ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ നല്ല പനിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഈ പനി വന്നിട്ടൊന്നും അങ്ങോട്ട് മാറുന്നതില്ല. ആകെ എല്ലായിടത്തും കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ പനി വന്നിട്ട് അങ്ങോട്ട് കുറയുന്ന ഒരു ലക്ഷണമില്ല. മോനും ഒക്കെ പനിയാണ്, കുറയുന്ന ലക്ഷണമില്ല. എനിക്കൊക്കെ എന്തായാലും പനി വന്നിട്ട് വലിയ അങ്ങോട്ട് കുഴപ്പമില്ലാതെ അങ്ങോട്ട് മാറി കിട്ടി. എന്തായാലും വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ സൂബിക്കും കുട്ടിക്കും ഒക്കെ പനി വന്നിട്ട്, മോൾക്കുമൊക്കെ പനി വന്നിട്ട് അങ്ങോട്ട് മാറുന്നില്ല. ഞാൻ ഇതൊന്നും പറയാനല്ല ഞാൻ പറയാൻ വന്നത് കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും നമുക്കൊക്കെ മക്കളുള്ളവരല്ലേ. നമ്മളെല്ലാവരും മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് നമ്മുടെ മക്കളെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് ഇല്ലേ? തീറ്റിപ്പോറ്റി വളർത്തി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുത്ത് കണ്ണേ പൊന്നേ കരളേന്ന് വന്നിട്ട് നമ്മുടെ ഊണുമില്ല ഉറക്കമില്ല അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. അപ്പോഴത്തേക്കിന് കുറേ സ്വത്ത് മുതലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും നമ്മുടെ മക്കളെ ഈ ഓരോ എന്താ പറയുക, മക്കളെ നല്ലപോലെ പഠിപ്പിച്ചിട്ടാണ് ഇനി എന്താ എന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം എല്ലാ മക്കളും, എല്ലാ രക്ഷകർത്താക്കളും, എല്ലാ മക്കളും നല്ല രീതിക്ക് വളരണം, എല്ലാ മക്കളും നല്ലതുപോലെ വളർന്നു വരട്ടെ എന്നാഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷേ കുറേ മക്കൾ കൂട്ടുകൂടി പഴിച്ചു പോയിട്ട് അങ്ങനെയുള്ള മക്കൾക്ക് പെണ്ണുകൾ എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കും. പാവപ്പെട്ട പെൺകുട്ടികളെ എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കും അവർക്ക്, അല്ലേ? നല്ലവരായ ചെറുപ്പക്കാർ എവിടെ നിന്നാലും അവർക്ക് പെണ്ണ് കിട്ടത്തില്ല, അവരെ നോക്കത്തില്ല. അവർക്ക് പെണ്ണ് കൊടുക്കാനും ആളുകൾക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ കുറേ അഴുക്ക ചെക്കന്മാരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് പെണ്ണ് കൊടുക്കും. അമ്മമാരങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങോട്ട് കുത്ത്, ഇങ്ങോട്ട് കുത്ത്, താടിക്ക് കുത്ത്, അമ്മായിയമ്മയ്ക്ക് വിട്ട് കുത്താൻ കൊടുക്കുക. ഇപ്പം അമ്മായിമ്മ പോരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ കാണുമായിരിക്കും അമ്മായിമ്മ പോരും കാണുന്ന സ്ഥലങ്ങളിൽ. എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഈ ഭാഗത്തൊന്നും എങ്ങനെ അമ്മായിമ്മ പോരൊന്നും ഒരുപാടില്ല. ഞങ്ങളൊന്നും അമ്മായിമ്മ പോയിട്ട് മോളേന്ന് വിളിച്ചാൽ സ്നേഹത്തോടെ ആ വിളിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കുന്നത് എൻ്റെ മരുമോളൊക്കെ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് വരും. എൻ്റെ മരുമോളല്ല, എൻ്റെ മരുമോനാണ് അൽഹംദുലില്ലാ നല്ല രീതിക്ക് പെരുമാറുന്നത്. എല്ലാ മക്കൾക്കും അങ്ങനത്തെ ഭർത്താക്കന്മാരെ മരുമക്കളെയും കിട്ടട്ടെ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കുമെന്ന് പറയാം നമ്മൾ പോറ്റി വളർത്തുന്നത്. അവർക്കൊരു കാലൊരു മുള്ളു കൊണ്ട് വേദനിച്ചാൽ നമ്മുടെ നെഞ്ച് പിടയും ഇല്ലേ? അതേപോലെയല്ലേ നമ്മൾ പോറ്റി വളർത്തുന്ന ഏതെല്ലാം ജീവിതം തന്നെ എന്താ പറയുക വേണ്ടാന്ന് വെച്ചിട്ട് അന്യ നാടുകളിൽ ചെന്നിടുന്ന് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി വളർത്തുക. കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്മാരുടെ കയ്യിലോട്ട് പിടിച്ചു കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവന്മാർ കൊണ്ടുചെന്ന് ഈ കുട്ടികളെ എന്തിന് തല്ലിക്കൊല്ലണം, ഇവന്മാർ എന്തിന് ചവിട്ടിക്കൊല്ലണം, എന്ത് ദ്രോഹമാണ് ഇവന്മാർ ഈ കുട്ടികളോട് ചെയ്യുന്നത്? അങ്ങനെയുള്ളവർക്ക് ലാവിഷായിട്ട് വെണ്ണും കിട്ടും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര വേണമല്ലോ അങ്ങനെയുള്ളവന്മാർക്ക് വെണ്ണും കിട്ടും. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവന്മാരെ പിടിച്ച് ജയിലിട്ട് അവിടെ നിന്ന് ഇട്ടേര്, നിങ്ങൾ വിടണ്ട, തിരിച്ചു വിടണ്ട, അവിടെ കിടന്നോട്ടെ. അങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ളവന്മാർക്ക് പെണ്ണ് കൊടുക്കുന്നത്, അല്ലേ? സങ്കടമാണ് മക്കളെ, ഭയങ്കര വിഷമമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, ചിലപ്പോൾ ഒന്നും രണ്ടും കുട്ടികളുള്ള തള്ളമാരെ ആണ് ഇവന്മാർ കൊണ്ടുചെന്ന് കൊന്നു കളയുന്നത്. ആ തള്ളനെ കൊന്നു കളയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എത്ര അനാഥയായി, അല്ലേ? ആരോരും നോക്കാമല്ല, ആ മക്കൾ അനാഥയായി. അവനെ പോലീസുകാരങ്ങ് കൊണ്ടുപോകും, അവനെ ജയിലിലടയ്ക്കും. പിന്നെ പോയിട്ട് ഈ പൈതങ്ങളുടെ അവസ്ഥ എന്താണ്? അച്ഛനുമില്ല, അമ്മയില്ല, ഉമ്മയില്ല, വാപ്പയില്ലാതെ വളർന്ന ഈ പൈതങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? റബ്ബെ അങ്ങനെ ഈ ദുനിയാവിൽ എല്ലാ മനുഷ്യർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മളൊക്കെ കെട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെയൊക്കെ മക്കളെയൊക്കെ നല്ല രീതിക്ക് നോക്കാനായിട്ട്. പിന്നെ ഞാൻ ഉള്ളൊരു കാര്യം, അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയ മരുമകൻ എൻ്റെ മോളെ പൊന്നു പോലെ നോക്കുന്ന ഒരുത്തനാണ് കേട്ടോ. എനിക്ക് സ്വത്ത് മുതൽ ഒന്നുമില്ലായിരുന്നു കൊടുക്കാൻ. എൻ്റെ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ ഒന്നും കൊടുക്കാനില്ലായിരുന്നു. എൻ്റെ പൊന്നുമോൾക്ക് സത്യം പറഞ്ഞാൽ 1 ഗ്രാമിൻ്റെ സ്വർണം പോലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാതെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു കൊടുത്ത്. ഒന്നും കൊടുത്തില്ല. അവൻ വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ നിക്കാഹ് നടത്തി കൊടുത്തു. അവളെ പൊന്നുപോലെ അവൻ ഇന്നും തൻ്റെ സ്വത്ത് മുതലൊന്നും ഞാൻ അന്നേ പറഞ്ഞു, ഒന്നുമില്ല തരാനായിട്ട്, ഒന്നും ഇല്ലാത്തവരാണ്, നമുക്ക് താമസിക്കാൻ പോലും വലിയ ഗതിയില്ലാത്തവരാ. പക്ഷേ സമൂഹ വിവാഹമായിട്ട് മോളെ നിക്കാഹ് നടത്തി കൊടുത്തോണ്ട് ആളുകൾ അവൾക്ക് ഈ ട്രസ്റ്റിൻ്റെ ആളുകൾ അവൾക്ക് 6 സെൻറ്റ് സ്ഥലവും 3 പവൻ്റെ സ്വർണവും കൊടുത്തു. സന്തോഷത്തോടെ അവരത് മേടിച്ചു. അവരിന്നും അൽഹംദുലില്ലാ സന്തോഷത്തോടെ ജീവിച്ചു. 3 കുട്ടികളായി. 3 പെൺകുട്ടികളാണ് അവൾക്ക്. മൂത്ത കുട്ടിക്ക് 10 വയസ്സുണ്ട്. അതാണ് എൻ്റെ സുൽത്താന മോള്. ആ സുൽത്താന മോളുടെ പേരാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്നത്.
പിന്നെ എന്ന് വെച്ചാൽ എല്ലാ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ പൊന്നു മക്കളെ എല്ലാ ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. നല്ല ബുദ്ധിയോടുകൂടി നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ റബ്ബേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് ഏത് ജാതി ഏത് മതമാണല്ലോ നമ്മുടെയൊക്കെ മക്കളുകൾ നല്ലപോലെ വളർന്നു വരണേ എന്ന് ദുആ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് ഓരോന്ന് വളർത്തിയെടുക്കുന്നതല്ലേ. അതുപോലെ നല്ല രീതിക്ക് വരട്ടെ എന്ന് എല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ ഒരുത്തൻ്റെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കുക. അവൻ്റെ വീട്, അതിൻ്റെ അയൽവക്കക്കാർ, അവൻ്റെ കൂട്ടുകാരെയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രം നമ്മുടെ പെൺകുട്ടികളെ പിടിച്ചു കൊടുക്കുക. പിന്നെ സ്നേഹിച്ച് പോകുന്ന പെൺകുട്ടികളെ കഴിവതും നമ്മൾ പറഞ്ഞ് നോക്കുക, അവനെ ഒഴിവാക്കുക. കൊള്ളുകലാത്തവനാണെങ്കിൽ നല്ലവനാണ്. ചിലത് സ്നേഹിച്ച് പോയി നല്ലവർ നോക്കുന്നവരുണ്ട് കേട്ടോ. ചിലർ കൊണ്ടുപോയി കൊന്നു കളയുന്നവരുണ്ട്. ഒരുപാട് അമ്മമാർ കൊണ്ടുപോയി കൊന്നു കളഞ്ഞല്ലോ, അവനെ കാണാം എൻ്റെ കയ്യിലാണ്, വേണ്ട, എൻ്റെ ദേഷ്യം ഞാൻ കട്ടിച്ചമർത്തേണ്. അത്രയ്ക്കും ദേഷ്യമുണ്ട്. നമ്മുടെ പൊന്നു മക്കളെ കൊണ്ടുപോയി കൊല്ലുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എവിടെന്നെങ്കിലും കിട്ടിക്കോളും. അങ്ങനെയുള്ളവന്മാർക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ. എവിടെന്നെങ്കിലുമൊക്കെ ഇടി കിട്ടിക്കോളും, അത് കുഴപ്പമില്ല, കിട്ടുമ്പോൾ പഠിച്ചോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നന്നായി നോക്കുക. ഒരു പെൺകുഞ്ഞിനെ പിടിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് സ്വത്തും മുതലും കൊടുക്കണ്ട. ഒരുപാട് സ്വത്തും മുതലും കൊടുക്കുന്നവനൊന്നും കുട്ടികളെ നോക്കുകയില്ല. അമ്മമാർക്ക് കിട്ടുന്നത് തികഞ്ഞില്ല, പോരട്ടെ ഇങ്ങോട്ട് ഇനിയും തട്ട്. ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങളത് ചെയ്യരുത്. ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഒരുപാട് സ്വത്തും മുതലും കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് അയക്കരുത്. അമ്മമാർക്ക് കിട്ടുന്ന തികയത്തില്ല. അമ്മമാർക്ക് ആർത്തി കൊച്ചിനോടായിരിക്കത്തില്ല, ആ സ്വത്തും മുതലിനോടാണ്. ഇനി വരട്ടെ. അങ്ങനെയുള്ളവന് അഥവാ ചോദിച്ചാൽ കൊടുക്കരുത്. നിനക്ക് വേണ്ടടാ, കൊച്ചിനെ വീട്ടിൽ കൊണ്ട് നിർത്തടാന്ന് പറയണം. ഒറ്റ പറച്ചിൽ. നിനക്ക് വേണ്ടേ സ്വത്തും മുതലല്ലോ, കൊണ്ടുപോടാ എൻ്റെ കൊച്ചിനെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്തുക. അങ്ങനെ അവൻ മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. അല്ലാത്തവന്മാർക്ക് കൊച്ചിനെ കൊടുക്കല്ലേ നിങ്ങൾ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയാണ് കേട്ടോ, അള്ളാഹുവിനെ ഓർത്തിട്ട് ഞാൻ പറയാണ്, അങ്ങനെ ചെയ്യല്ലേ. നമുക്ക് നമ്മുടെ മക്കളാണ് വലുത്. ചിന്തിച്ചോ, ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനയുണ്ടോ. നമ്മൾ പൊന്നേ കരളേത് കൊണ്ട് പോറ്റി വളർത്തി വിടുന്ന, അന്യ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്ന ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ. പിന്നെ അമ്മായിമ്മമാരൊക്കെ ഇപ്പോൾ ഒരുപാട് കുറവ് ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊക്കെ നല്ലവരുണ്ട്, നല്ല സ്നേഹത്തോടെ നോക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മക്കളെ എന്തായാലും ദുആ ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ എന്നാണ്. നമ്മുടെ മക്കളെ, നമ്മുടെ പെൺമക്കളെ അള്ളാഹിൻ്റെ കാവലുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആ മക്കളെയും തന്നെയാണ് നല്ലവരായ മക്കളെ. അല്ലാത്ത മക്കൾ പോയാലും വേണ്ടുകയില്ല. എൻ്റെ മോനാണെങ്കിലും തെറ്റ് ചെയ്ത പോടാന്ന് പറയും ഞാൻ. ഒട്ടും മടിക്കത്തില്ല, ഒരു തുള്ളി പോലും മടിക്കത്തില്ല. എൻ്റെ മോനാണ് തെറ്റ് ചെയ്ത, എടാ നിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റുള്ളൂ ഞാൻ പറയും. അങ്ങനത്തെ തള്ളയാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ, അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ മോനോട് അങ്ങനെ തെറ്റിനൊന്നും പോകുന്നൊരു മോനൊന്നും അല്ല, നല്ലവനാണ്. അൽഹംദുലില്ലാ. എല്ലാ മക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മക്കളെ പോലെ, എൻ്റെ മരുമക്കളെ പോലെ നല്ല മക്കളാക്കി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ബൈ.